ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കുഴഞ്ഞു പോകാതെ നല്ലൊരു ഇടിച്ചക്ക തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ മകളുടെ മദറിലോ കൊല്ലത്തുനിന്ന് കൊടുത്തു വിട്ട ഇടിച്ചക്ക കൊണ്ടാണ് ഞാൻ ഈ തോരൻ ഉണ്ടാക്കുന്നത്. 2 വലിയ ഇടിച്ചക്കയാണ് എനിക്ക് കൊടുത്തു വിട്ടത്. അതിൽ ഒരെണ്ണം ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ കുക്കറിലാണ് ഇടിച്ചക്ക വേവിച്ചെടുക്കുന്നത്. കൂടെ തന്നെ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കുക്കറിൽ വേവിക്കുമ്പോൾ കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വളരെ പാകത്തിന് മാത്രം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുക്കർ മൂടി അതിൻ്റെ പ്രഷർ ഇട്ടിട്ട് നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുന്ന വരെ മാത്രം വേവിച്ചെടുക്കാം. ഇനി അത് പെട്ടെന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു അരപ്പിനായിട്ട് ഞാനിവിടെ ഒരു അരമുറി തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകം, 2 പച്ചമുളക്, 1 വെളുത്തുള്ളിയും 2 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഈ തേങ്ങാക്കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് പെട്ടെന്നൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അരഞ്ഞു പോകാതെ, വെള്ളം ഒഴിക്കാതെ പെട്ടെന്നൊന്ന് മിക്സിയിലൊന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇനി 2 വിസിൽ കഴിഞ്ഞ ഉടനെ തന്നെ കുക്കർ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. വെള്ളമൊന്നുമില്ല, പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അധികം വെള്ളം ഒഴിച്ച് കൂടുതൽ വിസിലിട്ട് കഴിഞ്ഞാൽ പ്രഷർ കൂടുതലാവുമ്പോൾ ഈ ചക്ക വല്ലാതെ കുഴഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ കിട്ടണമെങ്കിൽ നിങ്ങൾ കുക്കറിലാണ് വേവിക്കുന്നതെങ്കിൽ വെള്ളം വളരെ കുറച്ച് മാത്രം പാകത്തിന് ഒഴിച്ചിട്ട് 1 2 വിസിലിന് വേവിച്ചെടുക്കുക. ഇനി നമുക്ക് ആ ചക്ക ഒന്ന് പൊടിച്ചെടുക്കണം. മിക്സിയിലൊന്നും ഇടാതെ ഇതുപോലെ പാത്രത്തിലിട്ട് കൊടുത്ത് ഒരു കയ്യിൽ കൊണ്ട് ഇങ്ങനെ ഇടിച്ചു കൊടുത്താൽ ചക്ക നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. ഇനി എണ്ണ ചൂടാക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ, അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 3 4 വറ്റൽ മുളകും കൂടെ ഇതുപോലെ ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, കുക്കറിലാണ് നിങ്ങൾ ചക്ക വേവിക്കുന്നതെങ്കിൽ അധികം വെള്ളം ഒഴിക്കരുത്. അതുപോലെ തന്നെ അത് പെട്ടെന്ന് തന്നെ 2 വിസിലിന് എടുക്കണം. ഇനി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തത് ഒരു 8-10 ചുവന്നുള്ളി കനം കുറച്ചരിഞ്ഞതും 1 പിടി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതുകൂടെ നമുക്ക് ആ എണ്ണയിൽ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. വഴന്ന് വരുമ്പോൾ നമുക്ക് ഇനി നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങയുണ്ടല്ലോ, ആ തേങ്ങാക്കൂട്ടും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിൽ വേകാനുള്ളത് ഈ തേങ്ങ മാത്രമേ ഉള്ളൂ. ചക്ക നമ്മൾ ഓൾറെഡി വേവിച്ചതാണ്. അപ്പോൾ അതിലേക്ക് അധികം ഇനി വെന്ത് വരണ്ട. അതുകൊണ്ട് നമ്മൾ ഈ തേങ്ങ ഇതിലിട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം സമയം എടുത്തിട്ട് നമ്മളതൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഈ തേങ്ങാക്കൂട്ടിലേക്കുള്ള ഉപ്പും കൂടെ ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചക്കയിലേക്കുള്ള നമ്മൾ ഓൾറെഡി ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി സമയമെടുത്ത് ആ തേങ്ങയിലേക്കൊന്ന് ആവി കയറി വന്ന് തേങ്ങയൊക്കെ ഒന്ന് വെന്ത് വരുന്നവരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായാൽ ഒരു ലൈക്ക് എന്നതിന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. തേങ്ങയൊക്കെ ഒന്ന് ചെറുതായിട്ട് ആവി കയറി വന്നപ്പോൾ നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള ആ ചക്കയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചക്ക വേവിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും കുഴഞ്ഞു പോകാതെ നല്ല പൊടിയായിട്ടുള്ള ഇടിച്ചക്ക തോരൻ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. ഇനി ആ തേങ്ങാക്കൂട്ടിലേക്ക് നമ്മുടെ ചക്ക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി ഇതുപോലെ ഇളക്കി കൊടുക്കുക. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം ചക്ക ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല. ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ ഇതിലേക്ക് ചെറുതായിട്ടൊന്ന് ആവി കയറ്റിയെടുത്താൽ നല്ല സോഫ്റ്റായിട്ടുള്ള, നല്ല പൊടിഞ്ഞു പോകാത്ത, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇടിച്ചക്ക തോരൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെയാണോ നിങ്ങൾ തയ്യാറാക്കുന്നതെങ്കിൽ അതിൻ്റെ വിവരങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. കൂടുതലായിട്ട് ഇനി എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ എൻ്റെ ഒരു അറിവിനായിട്ട് ഷെയർ ചെയ്ത് തരണേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പുതിയ ഫ്രണ്ട്സായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഹൈപ്പ് എന്ന ഓപ്ഷൻ കാണുകയാണെങ്കിൽ അതോടെ ഒന്ന് എനേബിൾ ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ പലരും അമർത്താൻ മറന്നു പോകുന്നുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം കിട്ടുന്നതായിരിക്കും. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവമാണ് ചക്ക. അപ്പോൾ ചക്ക ചെറിയതാണെങ്കിലും വലിയതാണെങ്കിലും പഴുത്തതാണെങ്കിലും എല്ലാം അത് പല രീതിയിൽ നമ്മളത് ഉപയോഗപ്രദമാക്കണം. ആ ഒരു സീസണിൽ ലഭിക്കുന്ന ഫ്രൂട്ടിനെ നമ്മൾ എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ നമ്മളത് ഉപയോഗിക്കണം. പ്രകൃതി നമുക്ക് കനിഞ്ഞ് നൽകിയ ഒരു ഫലമാണല്ലോ ഈ ചക്ക. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചക്കത്തോരൻ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.